ഹായ് വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു സ്ഥലത്ത് പോവാണല്ലോ ഇബ. അതെ. ഇപ്പൊ യാത്രകളിലൂടെ എങ്ങനെ ഇപ്പൊ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. എവിടേക്കാണ് ചോദിക്കരുത്. അതെ. ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ എന്താ പറയുക നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോവുകയാണ്. അതെ. കണ്ടോ ഇന്ന സെർവൻ്റ് ആക്കി വെച്ചത് അതിന്റെ കോലം കാണണമെങ്കിൽ ഓള് ബാക്ക് ക്യാമറ കാണിച്ചിട്ടോ. കണ്ടോ ഇപ്പോൾ ഓളെ എക്യുപ്മെന്റ്സ് ഒക്കെ തൂക്കി നടക്കുന്നതാണ് എൻ്റെ മെയിൻ പരിപാടി അല്ലേ? പോലെ നമുക്ക് ഗൈസ് നിങ്ങൾ അറിയണോ, ഇന്നലെ മുതൽ എനിക്കിട്ട പേരാണ് അപ്പൻഡീസ് എന്ന്. മനസ്സിലായില്ലെങ്കിൽ എന്താ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ എന്നെ വിളിക്കുക അപ്പൻഡീസ് എന്നാ. എന്ത് ചെയ്യാനാ, കുറച്ചു കാലം അപ്പൻഡീസ് ആയി നിൽക്കുക. പക്ഷെ ഇതിനൊക്കെ ഞാൻ റിവെഞ്ച് അടിക്കും, കുറച്ച് കഴിയട്ടെ. പോരുവാ. ഇവിടെ ഒരു സാധനം നമ്മളത് വെടക്കായി കിടക്കുന്നുണ്ട് ഗൈസ്, കാണിച്ചു തരാം. വെടക്കായിട്ടല്ല, നമ്മൾ ഉദ്ഘാടനം ചെയ്ത് രണ്ടാമത്തെ ദിവസം തന്നെ ചെറിയൊരു കംപ്ലൈന്റ് തുടങ്ങിയില്ലേ? കംപ്ലൈന്റ് അല്ല, ബാറ്ററി എന്താ പ്രശ്നം, ബാറ്ററി മാറ്റാൻ വേണ്ടി കൊടുത്തു. നമ്മൾ ഡിക്കി നിറച്ച സാധനങ്ങളാണ്. എവിടെ പോകുമ്പോൾ നമ്മൾ ഈ സാധനം ഇപ്പോൾ ഒരു മസ്റ്റായി മാറിയിരിക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ കുറേ മുമ്പ് വായിച്ചു ടോയായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എടുത്ത് കാറിന് ഡിക്കിയിലിട്ടതാ. അങ്ങനെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനിയിപ്പോൾ പോകാൻ നിൽക്കുകയാണ്. പറഞ്ഞപ്പോൾ ലേറ്റായി. നേരത്തെ അങ്ങ് ഇറങ്ങാൻ നിന്നതായിരുന്നു. അപ്പം 8:30 മണിയായി. അവളിതുവരെ ഇറങ്ങിയില്ല. അപ്പോൾ നമ്മളിതാ എന്താ പറയുക, ഇവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ അവളെ തറവാട്ടിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി ആളെ നിങ്ങൾ കാണില്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇപ്പം മെയിൻ ഇഷ്ടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ട്രാവൽ ചെയ്യുക, ഫുഡ് കഴിക്കുക. ഇതൊക്കെ നമ്മളെ പൊണ്ടാട്ടിൻ്റെ മെയിൻ എന്താ പറയുക ഇഷ്ടങ്ങൾ അല്ലേ? അതെ, ഫുഡ് എന്ന് പറയുമ്പോൾ ഫുഡിലൊരു കോംപ്രമൈസും ഇല്ല. ഇപ്പൊ എന്തൊക്കെയോ ആഗ്രഹങ്ങളാണ് എനിക്ക്. എന്താ വെച്ചാൽ പണ്ട് ഇഷ്ടമില്ലാത്ത കുറെ ഫുഡ്സ് ഉണ്ട്. പണ്ട് എന്താ പറയാ, എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്ന ഫുഡൊക്കെ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊന്ന് ബർഗർ ഒന്ന് പുറത്തുനിന്ന് പോയി വാങ്ങിക്കാനേ സമ്മതിക്കൂലായിരുന്നു. ഇപ്പൊ ബർഗർ വേണമെങ്കിൽ കഴിക്കുക, ആ ലെവലിലേക്ക് മാറി. അതാണ് ബർഗറിന്റെ കേസിൽ ഞാനൊന്നും പറയുന്നില്ല, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ബർഗർ എന്ന് പറയുമ്പോ വേറൊരു വികാരമായി മാറി. അല്ലാണ്ട് ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്യുക ഷവർമ്മ. ഇപ്പൊ എനിക്ക് ബർഗറൊക്കെ ഇങ്ങനെ ചീസ് ഇങ്ങനെ ഒലിച്ചിങ്ങനെ വരുന്ന ബർഗറില്ലേ, അതൊക്കെ കഴിക്കണ്ടേ. എന്ത് ചെയ്യാനാ ഗൈസ്? പക്ഷെ ആശിക വാങ്ങിച്ചിരുന്നതാ പ്രശ്നം. ഗൈസ് വാങ്ങിച്ചു കൊടുക്കലുണ്ട്, ഒരു പരിധി വരെ അല്ല ഞാൻ വാങ്ങിച്ചു കൊടുക്കലുണ്ട്. ഞാനില്ലാത്ത 2 ദിവസം ആശിക്കാക്ക് ഭയങ്കര സുഖാണെന്നാ പറഞ്ഞത്. വെറുതെ പറയാണ് ഗൈസ്, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിരിക്കുന്നില്ല. ഇനിയിപ്പോ ഞാൻ ഇല്ലാത്ത 2 ദിവസമാണെങ്കിലും ഇന്നെ 10 വിളിക്കുകയോ പിന്നെ ഞാൻ വിളിക്കുന്നില്ല. ഇനിയിപ്പോ ഇന്നെ ഇവിടെ ആക്കിയതിന് ശേഷം ആശിക്കാക്ക് വേറെ വഴിക്ക് പോകാനുണ്ട്. അതൊന്നുമില്ല ഗൈസ്, ഞാൻ കുറെ കാലത്തിന് ശേഷം ഒന്ന് ടെർഫ് പോയി ക്രിക്കറ്റ് കളിക്കാൻ വിചാരിച്ചതാ. നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ എല്ലാരും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട്. കുറെ കാലം കളിക്കാനൊക്കെ പോയിട്ട് അങ്ങനെ വെറുതെ ഒന്ന് കളിക്കാൻ. അല്ല, സത്യസന്ധമായിട്ട് പറയും, ഞാൻ കുറെ കേട്ടിട്ടുണ്ട് കേട്ടോ ആശിക. അതായത് ഇപ്പൊ നമ്മള് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ കൊറേ ഇങ്ങനെ വിളിച്ച് ഓരോരുത്തർ. അതിനോട് എന്താ നിങ്ങൾക്ക് അഭിപ്രായം? അന്വേഷിച്ചില്ലെങ്കിൽ പറയൂലേ തിരിഞ്ഞു നോക്കുന്നില്ലാന്നേ. അങ്ങനല്ല, മിനിറ്റ് വെച്ച് വിളിക്കുമ്പോ നിങ്ങൾക്ക് പ്രശ്നമില്ല. മിനിറ്റ് ആവശ്യങ്ങൾക്കല്ലേ വിളിക്കുള്ളൂ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല എടുത്തി എന്താക്കാ അങ്ങനെ മിനിറ്റ് വെച്ചിട്ട് ഇങ്ങനെ വിളിക്കുക, അങ്ങനെ എല്ലാ ചില ആൾക്കാര് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വിളിക്കുന്നത്. അതൊക്കെ ഉണ്ട്. അതിനോട് അഭിപ്രായം. അപ്പൊ മിനിറ്റ് വെച്ച് വിളിക്കുന്നത് ആൾക്ക് ഇഷ്ടമാണെങ്കിലോ? ആർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിലോ? അതെനിക്കായില്ല, അത് ഓരോരുത്തരുടെ കാര്യങ്ങളല്ലേ. എന്താ അഭിപ്രായനോട്? അല്ല, ഞാൻ ആവശ്യത്തിന് വിളിക്കാറുണ്ട്, മിനിറ്റ് വെച്ചൊന്നും വിളിക്കലില്ല ഗൈസ്. അപ്പൊ നമ്മളിതാ എന്താ പറയാ, കാർ കുറച്ച് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കല്ലേ. എന്റെ ഫ്ലാഷ് മറ്റേ ഫോണിന്റെ ഫ്ലാഷ് അടിച്ച് മുമ്പോട്ടൊന്നും കാണുന്നില്ല. ഫോൺ അടിച്ചില്ലേ നമ്മള് രണ്ടാളെയും കാണേയില്ല. അയ്യോ നോട്ടെ, ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. നമ്മൾ കഷ്ടപ്പെട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ഗുദാമാണ്, അതായത് ലൈറ്റ് ഇല്ലാത്ത സ്ഥലമാണ് അല്ലേ. പിന്നെ ഇവിടെ കയറ്റി കഴിഞ്ഞാൽ വണ്ടി വളയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടാളും ഇങ്ങനെ വണ്ടിയുടെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. കുറച്ച് ലഗേജൊക്കെ ഉണ്ടായത് കൊണ്ട് അതും പിടിച്ചിങ്ങനെ നടക്കുക. ആ വീട് കാണിച്ചല്ലേ? എത്താനായി. കണ്ടോ നിങ്ങൾ കണ്ടില്ലേ? മുമ്പോട്ടൊന്നും എന്താ പറയാ ലൈറ്റ് ഇല്ല. ഇതൊരു തറവാടാ, മുമ്പത്തെ തറവാടാ. ഇപ്പൊ അവിടെ ഫുൾ ടീംസ് ആയിരിക്കും അല്ലേ? ടീംസ് ആയിരിക്കും ഇപ്പൊ അവിടെ. ഇതാണ് വീട്. എത്തി ഗൈസ്, ഇതാണ് വീട്. കണ്ടോ ഇപ്പൊ എത്തി. പണ്ട് സ്കൂളിൽ പോകുന്നവര് ബാഗും തൂക്കി പോകുന്നുണ്ട്. കൈമില് കോയിമുട്ടയുണ്ട്. അതെന്തിനാ വലിയ പാത്രം കയറ്റി വന്നു സെലങ്കാട്ടിന്റെ ഭാഗത്ത്. എന്താ അറിയില്ല, മരമുന്തിരി എന്ന് പറയില്ലേ? എല്ലാരും അങ്ങനെ
എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്ന സാധനമല്ല. മുന്തിരിന്റെ സാധാ മുന്തിരിന്റെ ടേസ്റ്റ് ആണ്. പക്ഷെ ഇല്ല, മുന്തിരിന്റെ ഇതിന്റെ കുരു ഉണ്ടോ, നല്ല വലുപ്പമുള്ള കുരു. പക്ഷെ ഇത് ചാടേണ്ട ആവശ്യമില്ലെന്നാ പറയുന്നത്, കഴിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇവൻ അവിടെ നിന്ന് ആക്കിയതിന് ശേഷം പിന്നെ എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം അവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിക്കുണ്ട്. ഒരു 9:20 അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കാണെങ്കിൽ കളിയുണ്ട്, നമ്മൾ ക്രിക്കറ്റ് കളിക്കാനുണ്ട് ഇവിടുത്തെ ടർഫ് ബുക്ക് ചെയ്തിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ക്രിക്കറ്റ് കളിക്കുന്നത്, അതായത് 4-5 വർഷത്തിന് ശേഷം ഞാൻ കഴിഞ്ഞ കൊല്ലം ക്രിക്കറ്റ് കളിച്ച്. അങ്ങനെ 2-3 കളി കളിച്ചപ്പോൾ തന്നെ ഇവ 2 കൈൻ്റെതും കാലിൻ്റെ ഒക്കെ ചെറിയ പണി കിട്ടി. പിന്നെയും കളിക്കാൻ പറ്റില്ല. അവസാനം ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പിന്നെയും കളിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവിടെ എത്താൻ ഭയങ്കര ലേറ്റായി പോയിരുന്നു. അപ്പോൾ ഞാൻ വേഗം സ്പീഡ് പോയതാണ്. ഞാൻ വിചാരിച്ചിന് ബ്ലോഗ് എടുക്കണത്, പക്ഷേ ബ്ലോഗ് എടുക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയൊന്നുമില്ല. എങ്ങനെയും ഗ്രൗണ്ടിലെത്തിയാൽ വിചാരിച്ചിട്ട് പാഞ്ഞതാണ്. വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ കളിക്കാൻ പോയി. കളിക്കാച്ചിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റ് ഒരു പാഷനാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ക്രിക്കറ്റ് എപ്പോഴും കളിക്കുന്നൊന്നുമില്ല, അപ്പോൾ മിക്സ് ആക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അതാണ് എടുക്കാഞ്ഞത്. ഞങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു കേട്ടോ. ഞാൻ ഈ സാധനങ്ങൾ ഞാനിപ്പോൾ എടുത്തിട്ടാണ്. ഈ സാധനം നമ്മളെ കണ്ടൻറ്റിൽ ഇട്ടിക്കെന്ന് തോന്നുന്നു. മിനി വ്ളോഗിലാണോ കണ്ടൻറ്റിലാണോ ഓർമ്മയില്ല, ഇട്ടിക്കുണ്ട്. ഇതൊരു മാജിക് സ്പോഞ്ച് എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ മുകളിലെ ചേറൊക്കെ നമ്മളെ ചുമരിൻ്റെ മുകളിൽ നിന്നും എടുത്ത ചേറാട്ടോ. ഞാൻ കാണിച്ചുതരാം. അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഇത് ഫുള്ളും വൃത്തിയായില്ല. അതിൻ്റെ നടുവിൽ കുറച്ച് ഏരിയാസൊക്കെ ആണല്ലേ ക്ലിയറായി കിടക്കുന്നത്. അവിടെ മാത്രം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാട്ടോ. ഇതിനാകെ ഒരു 130 150 ആ റേഞ്ച് വരുന്നുള്ളൂ. ഞാൻ വാങ്ങിച്ചത് ഒരു 3 പാക്കുള്ള കോംബോ ആയിരുന്നു. അത്യാവശ്യം നല്ല ഇതാണ്. നമ്മളെ ചുമരിൻ്റെ മുകളിൽ നമ്മൾ എഴുതിയ ഈ പെന്നോണ്ട് എഴുതിയത്, അതേമാതിരി തന്നെ അത്യാവശ്യം പോവാത്ത കാറൊക്കെ ഒരുവിധമൊക്കെ ഇത് വെച്ച് പോകട്ടോ. ഇതിപ്പോൾ അതിന് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാർ ഇട്ടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചു നോക്കി, അത്യാവശ്യം വെറുതായി തോന്നി. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തൊക്കെ. അപ്പോൾ എന്താ പറയുക, ഞാനങ്ങനെ വീട്ടിൽ ഒറ്റക്കാണ്. ഓളോളെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ വലിയമ്മൻ്റെ തറവാട്ടിലേക്ക് പോയതാണ്. ഓളമ്മൻ്റെ ഇത്താത്തമാരും എല്ലാവരും. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ അങ്ങനെ പോയതാണ്. ഓളെ വീട്ടിലായിരുന്നു, അവിടെ ഞാൻ ആക്കി കൊടുത്താണ്. ഇനിയിപ്പോൾ 2 ദിവസമായിട്ട് നിൽക്കുന്നത് പറഞ്ഞത്, അതുകഴിഞ്ഞ് ഓളെ പിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ അതുവരെ ഞാനങ്ങനെ ഒറ്റക്കാണ്. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, നമ്മളെ കോണ്ടൻറ്റും കാര്യങ്ങളൊന്നും മുടങ്ങില്ല. അതേമാതിരി തന്നെ സീരിയസും കാര്യങ്ങളൊന്നും മുടങ്ങില്ല. അതൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഇന്നലത്തെ വീഡിയോൻ്റെ ഒരു കൺക്ലൂഷൻ മാതിരില്ല, വീഡിയോൻ്റെ ബാക്കി എടുത്തിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാനിപ്പോഴാണ് എണീച്ചത്. ഇന്നലെ രാത്രിയൊക്കെ 1 മണിയാകുമ്പോൾ കളി കഴിഞ്ഞ് എത്തി. നല്ല ക്ഷീണമുണ്ടായി, നല്ല മേലും കൈയും വേനൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എണീച്ചൊക്കെയുള്ളൂ. അപ്പോൾ എണീച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ബാക്കിയൊന്ന് ചെയ്താണ്. അപ്പോൾ അങ്ങനെ ചെയ്താണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.